വോട്ടെടുപ്പിന്റെ തലേന്നും വടകരയിൽ യുഡിഎഫിന്റെ വർഗീയ പ്രചാരണമെന്ന എൽഡിഎഫിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ഇനി പോളിംഗ് ബൂത്തിൽ കേരളം എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങളും പരാതികളും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് വടകരയിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും പ്രവിധ, വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പോഴും നിയമ നടപടികൾ വടകരയിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ UDF-നെതിരെ LDF ആണ് രംഗത്തെത്തിയിട്ടുള്ളത്. കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ LDF-നെതിരെ വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാണ് LDF ഇപ്പോൾ നൽകിയ പരാതിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോഴിക്കോട് ജില്ലാ കളക്ടർക്കുമാണ് നിലവിൽ LDF പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥിയാണ് KK ശൈലജ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഈ പരാതിയിൽ പറയുന്നു. ഇന്ന് മാത്രം LDF ഇത് രണ്ടാമത്തെ പരാതിയാണ് നൽകിയത്. ഇന്നലെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് KK ശൈലജയ്ക്കെതിരെ വർഗീയ പരാമർശം ഉൾപ്പെടെ നടത്തിയെന്ന് ആരോപിച്ച് ഇന്ന് രാവിലെയും LDF കോഴിക്കോട് ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വർഗീയ പ്രചാരണവുമായി ബന്ധപ്പെട്ട് LDF പരാതി നൽകുന്നത്. ഈ കഴിഞ്ഞ 45 ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ നിയമ പോരാട്ടവും നിയമ നടപടികളും ഏറ്റവും ഒടുവിലും തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രവിധ, വടകരയിൽ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.